Warm greetings to you all in the precious name of our Lord and Savior Jesus Christ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദനങ്ങൾ. At the outset, I want to thank the local assembly and the elders for this invitation to minister God's word. ഒന്നാമതായിട്ട് ഞാൻ എന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചതിന് സഭയ്ക്കും അതിന്റെ മൂപ്പന്മാർക്കും നന്ദി അറിയിക്കുന്നു. As I was going through the names in the participants, I think I know only two brethren. ഞാൻ ഈ ഇതിനകത്ത് പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് വായിച്ചപ്പോൾ എനിക്കറിയാവുന്ന രണ്ടുപേരെ ആ കൂട്ടത്തിലുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. One is my beloved brother James Varghese Chan. ഒന്നാമത് ജെയിംസ് വർഗീസ് ആണ്. And the second person is brother Saji. രണ്ടാമത്തെ ആള് സജിയാണ്, സജി മാത്യു. And it is a privilege to meet you and to get introduced to you like this for the first time. ഇങ്ങനെ ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും ഇടയാകുന്നതിൽ സന്തോഷിക്കുന്നു. Just want to say a few things about Uttar Pradesh. ഉത്തർപ്രദേശിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. It is for your very earnest prayers. അത് നിങ്ങളുടെ ഏറ്റവും ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. The largest state of India with 75 districts. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണല്ലോ, 75 ജില്ലകൾ തന്നെയുണ്ട്. And in this 75 districts we have assembly brethren workers only 40. ഈ 75 ജില്ലകളിൽ നമ്മുടേതായ സഭാപ്രവർത്തനങ്ങൾ ഉള്ളത് 40 ജില്ലകളിൽ മാത്രമാണ്. This includes Uttarakhand also. ഈ കണക്കില് ഉത്തരാഖണ്ഡ് ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. So the assembly workers in UP and Uttarakhand is only 40 workers. ഉത്തരാഖണ്ഡിലും യു പിയിലും ചേർന്ന് ആകെയുള്ള സഭാപ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങൾ 40 ആണ്. അല്ലല്ല, സുവിശേഷന്മാര് 40 മാത്രം. ഓക്കെ, 40 സുവിശേഷന്മാരാണ് ഉള്ളത്. The assembly work is going only in 20 districts of Uttar Pradesh. സഭാപ്രവർത്തനങ്ങൾ നടക്കുന്ന 20 ജില്ലകൾ മാത്രമേ ഉള്ളൂ. A population of 21 crores. 21 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് യു പി. So the ratio comes to one evangelist is to 80 lakh population. ഒരു സുവിശേഷകന് 80 ലക്ഷം ആളുകളെ കൈകാര്യം ചെയ്യേണ്ട ഒരവസ്ഥയാണ്. And we have around 40 assemblies as well. 40 സഭകളുമുണ്ട്. For the third time in the last 3 years in India, Uttar Pradesh ranked on top as far as persecution is concerned. ക്രിസ്തീയ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് യു പി അതിന്റെ ഏറ്റവും മുകളിലാണ്. This year, in the past 8 months, it has crossed 600 cases of persecution. ഈ കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ തന്നെ 600 പീഡന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. And this is increasing day by day. ഇത് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. And the administration also is not in support of us. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടത്തില്ല. I am in the western part of Uttar Pradesh, 150 kilometers from capital of Delhi. ഡൽഹിയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയുള്ള ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് സഹോദരൻ വേല ചെയ്യുന്നത്. I was in the corporate job for 10 years. 10 വർഷം കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. And my wife was a military nurse for 20 years and she took premature retirement. സഹോദരി 20 വർഷത്തോളം മിലിറ്ററിയിൽ നഴ്സായിട്ട് ജോലി ചെയ്തിരുന്നു. എന്നാൽ മുന്നമേ തന്നെ റിട്ടയർ ചെയ്യാനുള്ള അവകാശം ഉപയോഗിക്കുകയായിരുന്നു. We have 2 daughters. 2 പെൺമക്കളാണുള്ളത്. Okay, I find in the group, I presume that you're all technology and software professionals. നിങ്ങൾ ഇവിടെ ഉള്ളവരിൽ പലരും ഈ ടെക്നോളജി, സാങ്കേതിക വിദ്യകളും അതുപോലെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും പരിചയമുള്ളവരാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. You might be a computer engineer, teacher, doctor, lawyer, accountant. I don't know. God bless you. നിങ്ങൾ ചിലര് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ആയിരിക്കാം, ചിലർ ഡോക്ടേഴ്സ് ആയിരിക്കാം, ചിലർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. I just want to remind you and humbly request you
your professional expertise and skills, if you can use for God's work, it will be really admirable. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ സാങ്കേതികമായിട്ട് പരിശീലിച്ചിട്ടുള്ള മേഖലകളിലെ വൈദഗ്ധ്യം സുവിശേഷീകരണത്തിനായിട്ട് ഉപയോഗിച്ചാൽ അത് വളരെ പ്രയോജനകരമായിരിക്കും. Let me tell you very plainly and with all confidence one thing. നിങ്ങളോട് ഞാൻ വളരെ ഉറപ്പോടുകൂടി ഒരു കാര്യം പറയട്ടെ. The times of mass evangelism and open evangelism is almost finished. വലിയ സമ്മേളനങ്ങൾ നടത്തി അനേകരെ ഒരുമിച്ച് അഭിസംബോധന ചെയ്യുന്ന തരത്തിലുള്ള സുവിശേഷീകരണത്തിന്റെ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. And hence we brethren assembly, we people have to think, and a radical change needs to come as far as missions is concerned. സുവിശേഷ ദൗത്യത്തിന്റെ കാര്യത്തില് വളരെ വലിയ വ്യതിയാനം വരുത്തേണ്ടതിനെ കുറിച്ച് നാം ബ്രദറൻ സഭയിലുള്ള നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. And hence the future we may have to penetrate into society through many other mediums, and one of them will be the social approach. ഇനിയുള്ള കാലത്ത് നമ്മൾ മറ്റു പല മാധ്യമങ്ങളും വഴി സമൂഹത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരു മാധ്യമമായിരിക്കാം ഈ സാമൂഹിക മാധ്യമം എന്ന് പറയുന്നത്. And hence we need to set up schools and hospitals and skill development centers and rehabilitation centers and many other centers where we can penetrate into the society with the gospel of the Lord. നമ്മൾ ആശുപത്രികളും സ്കൂളുകളും അതുപോലുള്ള സ്ഥാപനങ്ങളും ഒക്കെ സ്ഥാപിച്ച് അതുവഴിയും ജനങ്ങളുടെ ഇടയിലേക്ക് സുവിശേഷം കൊണ്ടെത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. And hence how you can use your education and expertise, please think about it. And North India is an opportunity which is waiting for you. നിങ്ങളുടെ പരിശീലനവും അതുപോലെ വിദ്യാഭ്യാസവും ഒക്കെ സുവിശേഷീകരണത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. വടക്കൻ ഭാരതവും അതിന്റെ പ്രയോജനം ലഭിക്കാവുന്ന ഒരു മേഖല തന്നെയാണ്. Let's turn to 1 Peter chapter 1. നമുക്ക് 1 പത്രോസ് 1-ാം അധ്യായത്തിലേക്ക് തിരിയാം. And verse 13. 13-ാം വാക്യം. 1 പത്രോസ് 1-ന്റെ 13-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. May the Lord add his blessing in the reading of this passage. ഈ വചനവായനയിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭ്യമാകട്ടെ. Peter is exhorting here with the word therefore, and he says, gird up the loins of your mind. പത്രോസ് ഇവിടെ ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്യുകയാണ്. The meaning here is to tighten the loose ends of our thought process. ഇവിടെ മനസ്സിന്റെ അരകെട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയുടെ അഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങള് ബന്ധിക്കുക എന്നുള്ള അർത്ഥമാണ്. By rejecting the hindrances of the world, ഈ ലോകത്തിന്റെ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി and focusing upon the future grace of our God. നമ്മുടെ കർത്താവിന്റെ ഭാവി പ്രത്യാശയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്. The second part of verse 13 says, be sober and rest your hope fully upon the grace that is to be brought to you. ഈ വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പ്രത്യാശയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വയ്ക്കുവാനാണ്. So this passage talks about the living hope of our Lord Jesus Christ, which is going to be revealed in future. കർത്താവായ യേശുക്രിസ്തുവിലുള്ള ജീവനുള്ള പ്രത്യാശ അത് ഭാവിയിൽ വെളിപ്പെട്ടു വരാനുള്ളതാണല്ലോ. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. These are troubled times that we are going through, and 6 months have passed by. The church has not gathered for worship. ഇത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കഴിഞ്ഞ 6 മാസമായിട്ട് സഭകൾക്ക് സമ്മേളിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. And Peter is exhorting us to hold on to that hope of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആ പ്രത്യാശ പിടിച്ചുകൊള്ളുവാനാണ് പത്രോസ് ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. And he is saying and commanding us to do by girding the loins of our mind. നമ്മുടെ മനസ്സിന്റെ അര കെട്ടിക്കൊണ്ട് അത് ചെയ്യുവാനായിട്ടാണ് പത്രോസ് നമ്മളോട് പറയുന്നത്. Now this epistle is all about the persecuted believers. ഈ ലേഖനം തന്നെ പീഡിപ്പിക്കപ്പെടുന്ന വിശ്വാസികളെ പറ്റിയുള്ള ഒരു ലേഖനമാണ്. It is written during the time when King Nero was ruling.
ഇത് നീറോ ചക്രവർത്തി വാണിരുന്ന കാലത്ത് എഴുതപ്പെട്ട ഒരു ലേഖനമാണ്. And the emperor was blaming the Christians for all the bad things that was happening in the city of Rome. റോമ പട്ടണത്തില് നടന്ന എല്ലാ കുഴപ്പം പിടിച്ച കാര്യങ്ങൾക്ക് ഉത്തരവാദികള് ക്രിസ്ത്യാനികളാണ് എന്ന് ആ ചക്രവർത്തി ആരോപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. A vicious persecution against the Christians began. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾക്കെതിരെ ഭയങ്കരമായ പീഡനം ആരംഭിച്ചു. And soon it spread throughout the Roman Empire. അത് താമസിയാതെ റോമ സാമ്രാജ്യം മുഴുവൻ പടർന്നു പിടിച്ചു. And hence Peter starts in verse 1. He is saying and writing to the pilgrims of the dispersion in Pontus, Galatia, Cappadocia, Asia and Bithynia. അതുകൊണ്ട് ഒന്നാം വാക്യത്തില് പത്രോസ് പറയുകയാണ്, പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥൂനിയയിലും ഒക്കെ ചിതറിപ്പാർക്കുന്ന പരദേശികൾക്കാണ് ഇത് എഴുതുന്നതെന്ന്. So Apostle Peter is writing to believers who were persecuted and they were going through hard times. പത്രോസ് അപ്പോസ്തലൻ എഴുതുന്നത് വളരെയധികം ചിതറപ്പെട്ടു പോയ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്കാണ്. So this has 25 verses in chapter 1. ഒന്നാം അധ്യായത്തിൽ 25 വാക്യങ്ങളാണുള്ളത്. I would like to divide into two parts. From verse 1 to 12, it talks about the holy faith. രണ്ടായിട്ട് ഈ അധ്യായത്തെ തിരിക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ 12 വാക്യങ്ങള് അതിവിശുദ്ധ വിശ്വാസത്തെ കുറിച്ചാണ്. And in 13 to 25, we see about the holy walk. 13 തൊട്ട് 25 വരെ വിശുദ്ധിയോടുകൂടിയുള്ള നടപ്പ് ആത്മീയ ജീവിതത്തെയാണ് കാണിക്കുന്നത്. So Peter starts verse 13 with the word therefore, and hence now we have to see wherefore and why he wrote what he wrote in verse 13 to gird up the loins of our mind. 13-ാം വാക്യം ആകയാൽ എന്ന് പറഞ്ഞു തുടങ്ങുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് ആ ആകയാൽ എന്ന് പറഞ്ഞിട്ട് മനസ്സിന്റെ അര മുറുക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. 5 solid reasons to gird up the loins of our mind today in these difficult times. നമ്മുടെ മനസ്സിന്റെ അര ഉറപ്പിക്കേണ്ടതിനായിട്ട് 5 വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തേതുപോലുള്ള പരിതസ്ഥിതിയിൽ. Okay, now this phrase gird up, it is from Exodus chapter 12 and verse 11. ഈ അര കെട്ടുക അല്ലെങ്കിൽ ആ വാക്ക് മലയാളത്തില് നമ്മൾ ആ പദം അങ്ങനെ കാണുന്നില്ലെങ്കിലും അങ്ങനെയാണ് ഇംഗ്ലീഷിലെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ്, 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നിന്നുള്ളതാണ്. When the Passover was instituted, the command to eat the Passover in verse 11, chapter 12 of Exodus, it is to tie a belt on your waist. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തില് പെസഹ കഴിക്കുന്നത് എങ്ങനെ വേണമെന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് അര കെട്ടിക്കൊണ്ട് വേണം പെസഹ കഴിക്കാനെന്നാണ്. Now it means that shows to be ready. അത് തയ്യാറാണ് എന്നുള്ളതിന്റെ അടയാളമാണ്. It means to be active. അത് സജീവമാണ് എന്നുള്ളതിന്റെ അടയാളമാണ്. It means to be alert. അത് വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കുന്ന അവസ്ഥയെ കാണിക്കുന്നു. It means to be prepared. തയ്യാറെടുപ്പോടുകൂടെ ഇരിക്കുന്നതിനെ അത് കാണിക്കുന്നു. Christian life is not to be lived passively. നമ്മുടെ ക്രിസ്തീയ ജീവിതം ചത്തയെ ചതഞ്ഞ് എന്നുള്ള മട്ടിൽ ജീവിക്കാനുള്ളതല്ല. Now that is the intention of Peter when he's writing to the persecuted believers. അതാണ് പത്രോസ് അപ്പോസ്തലന് പീഡിപ്പിക്കപ്പെട്ട വിശ്വാസികൾക്ക് ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള തന്റെ ഉദ്ദേശം. The already painful, depressed, persecuted believers, Peter is writing them to encourage them. Come on, don't get disheartened. Gird up the loins of your mind. പത്രോസ് എഴുതുന്നത് അതിനു മുമ്പ് തന്നെ പീഡിപ്പിക്കപ്പെടും വേദനയിലും നിരാശപ്പെട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു ജനതയോടാണ്, വിശ്വാസ സമൂഹത്തോടാണ് അവരോട് പറയുക, നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ചുകൊള്ളീൻ എന്ന്. Now he is telling them, don't be passive, don't go back, be ready, be alert, be prepared. Now because why? Because of the living hope in the grace of the revelation of the Lord Jesus Christ. അവരോട് പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഒന്നും ചെയ്യാത്തവരായിട്ട് ഇതികർത്തവ്യ മൂഢരായിട്ട് ഇരിക്കരുത്, മറിച്ച് നിങ്ങൾ വരുവാനുള്ള ആ വലിയ കൃപയില് പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് ഒരുങ്ങി ഇരിപ്പീൻ എന്നാണ്. Okay, let's start now the 5 reasons why Peter said to gird up the loins of our minds.
നമ്മുടെ മനസ്സ് ഉറപ്പിക്കണമെന്ന് പത്രോസ് പറയാനുള്ള 5 കാര്യങ്ങളിലേക്ക് കടക്കാം. First, it is in verse 2. ആദ്യത്തേത് 2-ാം വാക്യത്തിൽ കാണാം. ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാർക്ക് എഴുതുന്നത്. Okay. Now, there we see the doctrine of Trinity, the shadow of Trinity mentioned there. അവിടെ ത്രിയേകത്വത്തിന്റെ ഒരു സൂചന നമ്മൾ അവിടെ കാണുന്നുണ്ട്. Now, the word Trinity is not there in the Bible, as we find missions is also not in the Bible. ത്രിയേകത്വം എന്നുള്ള പദവും അതുപോലെ തന്നെ ദൗത്യം മിഷൻ എന്നുള്ള പദവും വേദപുസ്തകത്തിൽ ഇല്ലല്ലോ. But we see the reality and the shadows and the truths of Trinity in various parts of the Bible, like in Ephesians chapter 1. എന്നാൽ ത്രിയേകത്വത്തിന്റെ നിഴലുകള് വേദപുസ്തകത്തില് അവിടെ എവിടെയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിനൊരു ഉദാഹരണമാണല്ലോ. Now here we see the election of God. ഇവിടെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നാം വായിക്കുന്നു. Now election is related to our salvation. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. Now election, here it is written according to the foreknowledge of God. ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം എന്നാണല്ലോ ഇവിടെ വായിക്കുന്നത്. Now Ephesians chapter 1 we read that God chose us or elected us before the foundation of the world. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ലോകസ്ഥാപനത്തിനു മുമ്പേ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. So now that election was according to the foreknowledge. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആയിരുന്നു. Now what is the meaning of foreknowledge? എന്താണ് മുന്നറിവ് എന്നുള്ള പദത്തിന്റെ അർത്ഥം? It involves God's predetermining to have a relationship with individuals who choose to believe upon him. താന് തെരഞ്ഞെടുക്കാനായിട്ട് പോകുന്ന വ്യക്തികളോട് ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള ദൈവത്തിന്റെ തീരുമാനത്തെയാണ് അത് കാണിക്കുന്നത്. God has not chosen man to perish. No, God has chosen and he sent his son, only begotten son Christ Jesus, that men will get saved. കർത്താവ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് നശിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് തന്റെ പുത്രനെ അവർക്ക് വേണ്ടി യാഗമർപ്പിച്ച് അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. Man perishes because of his choice and not to believe upon the great salvation provided by Jesus on the cross. മനുഷ്യൻ നശിച്ചു പോകുന്നത് അവന്റെ സ്വതന്ത്ര ചിന്ത ഉപയോഗിച്ച് ആ ക്രൂശിലൂടെ ദൈവം ഒരുക്കിയ രക്ഷാമാർഗം ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ്. So this election is before the foundation of the world, and it is according to the foreknowledge where he saw us that we may enter into a dynamic relationship with him. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പാണ്. അത് മുന്നറിവിന്റെ അടിസ്ഥാനത്തിലാണ്. ആ മുന്നറിവ് എന്ന് പറയുന്നത് നമ്മളെ കർത്താവിന്റെ മക്കളാക്കി തീർക്കണം, അല്ലെങ്കിൽ ബന്ധത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആ ദൈവത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. So it is not much about who will believe and who will not believe. It is not much about that. ഇത് ആര് വിശ്വസിക്കുകയില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. But foreknowledge, if you go to the literal root language, the meaning is predetermined relationship in the knowledge of God. മുന്നറിവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൂലഭാഷയിലേക്കൊക്കെ നമ്മൾ പോയാൽ അത് ദൈവത്തിന്റെ മുൻ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തില് ഒരു മനുഷ്യരുമായ ഒരു ബന്ധം ഉണ്ടായിരിക്കണം എന്ന് ദൈവം നിശ്ചയിച്ചതിനെ കുറിച്ചാണ്. Okay, so that is God's part. It is God who elects. It is God who chooses. It is God who brings that relationship into existence. അത് ദൈവത്തിന്റെ ഭാഗമാണ്. ദൈവമാണ് മുൻ അറിഞ്ഞിരിക്കുന്നത്, ദൈവമാണ് മുൻ നിയമിക്കുന്നത്, ദൈവമാണ് അങ്ങനെ ഒരു ബന്ധം മനുഷ്യരുമായിട്ട് സ്ഥാപിക്കണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. I will give you one example. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, and Saji knows about that sister. ഞാൻ ഈ പറയാൻ പോകുന്ന സൗകര്യത്തെ കുറിച്ച് സജി മാത്യുവിന് പരിചയമുണ്ട്. There is a sister from Himachal Pradesh. Her name is Reema Sharma. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു സഹോദരിയാണ് റീമ ശർമ്മ എന്നാണ് ആ സഹോദരിയുടെ പേര്. This sister was coming to the church for 30 long years. ആ സഹോദരി 30 നീണ്ട വർഷങ്ങളോളം സഭയിൽ വരുന്നുണ്ടായിരുന്നു.
13. 13 വർഷം സഭയിൽ വരുന്നുണ്ടായിരുന്നു. And she was enjoying the songs and the Bible teaching and the fellowship and everything she was enjoying. അവള് പാട്ടും അതുപോലെ ബൈബിളിൽ നിന്ന് പഠിപ്പിക്കുന്നതും കൂട്ടായ്മയും ഒക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. But one thing she used to do when the singing happens, പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവള് ചെയ്യാറുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. when the word Christ comes, she used to substitute the word Christ with her guru's name. കർത്താവിന്റെ പേര് വരുന്നിടത്തൊക്കെ തന്റെ ഗുരുവിന്റെ പേര് അവിടെ ചേർത്ത് അവള് കൂടെ പാടാറുണ്ടായിരുന്നു. And she did for 13 long years. 13 വർഷത്തോളം ഇത് ചെയ്തുകൊണ്ടേയിരുന്നു. But she never wanted to leave Christians and the church and the fellowship of Christians. എന്നാൽ ക്രിസ്ത്യാനികളെയോ അതുപോലെ ക്രിസ്തീയ സഭയോ ഒന്നും വിടാൻ, കൂട്ടായ്മയൊന്നും വിടാൻ അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു. But the lordship of Christ, the deity and the humanity of Christ, the truth of Christ, she was not able to accept. എന്നാൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും അതുപോലെ കർത്താവിന്റെ മനുഷ്യത്വവും അങ്ങനെയുള്ള അതിവിശിഷ്ടമായ കാര്യങ്ങൾ ആ സഹോദരിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. And our friend Solomon, you all know, I think you all know Solomon Das. He is in Dehradun Assembly. ഡെറാഡൂൺ സഭയിലുള്ള സോളമൻ ദാസിനെ നമുക്കെല്ലാം പരിചയമുണ്ടല്ലോ. And Solomon's wife and Rima, they are best friends. ഈ സോളമൻ സഹോദരന്റെ ഭാര്യയും അതുപോലെ ഈ റീമ സഹോദരിയും നല്ല കൂട്ടുകാരായിരുന്നു. And that's the way she came to the assembly. അങ്ങനെയാണ് ഈ റീമ സഹോദരി സഭയിലേക്ക് വരാൻ ഇടയായത്. It happened that she got a job in Delhi. ആ സഹോദരിക്ക് ഡൽഹിയിൽ ഒരു ജോലി കിട്ടാൻ ഇടയായി. And she was looking for a paying guest to stay. അവിടെ ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ ഒരു സൗകര്യത്തെ കുറിച്ച് അവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. She got a room. ഒരു മുറി കിട്ടി. And she kept her suitcase and she opened the cupboard. ആ മുറിയിലെ തന്റെ പെട്ടിയൊക്കെ വെച്ചിട്ട് അവിടുത്തെ അലമാര താൻ തുറന്നു. And she opened to find John 3:16 written on the cupboard. ആ കബോർഡില് യോഹന്നാന്റെ സുവിശേഷം 3:16 എഴുതിയിരിക്കുന്ന അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. Somebody who vacated the house wrote this verse and vacated the house. ആരോ ഈ മുറിയിൽ താമസിച്ചിരുന്നവരെ മുറി വിട്ടുപോയപ്പോൾ ആ അലമാരയില് ആ വാക്യം എഴുതിയതാണ്. And she said with her mouth, "This Jesus will not leave me here also." അവള് തന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞു, ഈ ക്രിസ്തു എന്നെ ഇവിടെയും വിടാനായിട്ട് പോകുന്നില്ല. And she, before cleaned her house, she knelt down and accepted the Lord Jesus Christ after 13 long years. ആ മുറി വൃത്തിയാക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ അവൾ അവിടെ മുട്ടുകുത്തി ഈ കർത്താവിനെ അപ്പോൾ തന്നെ 13 നീണ്ട വർഷങ്ങൾക്ക് ശേഷം സ്വീകരിച്ചു. Oh, what an election that was. എന്തോ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. And she could not reject it. അവൾക്ക് അത് തിരസ്കരിക്കാനായിട്ട് കഴിഞ്ഞില്ല. She is from a Brahmin background. അവള് ഒരു ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ നിന്നുള്ളവളാണ്. Very educated girl. വളരെ വിദ്യാസമ്പന്നയാണ്. She is a MSc Biotech qualified girl. MSc ബയോടെക്നോളജി പാസ്സായ ആളാണ്. And it happened in the Lord's will, she got married to Solomon Das' brother. സോളമൻ സഹോദരന്റെ സഹോദരനുമായിട്ട് വിവാഹിതയാകാനും ഇടയായി. Nobody came from her home for the marriage. അവളുടെ വീട്ടിൽ നിന്നുള്ള ആരും വിവാഹത്തിനായിട്ട് വന്നില്ല. Very strong in faith today. എന്നാൽ ഇന്ന് വളരെ വിശ്വാസത്തിൽ ശക്തമായി നിൽക്കുന്ന ഒരു സഹോദരിയാണ്. In fellowship with the Dehradun Assembly. ഡെറാഡൂൺ അസംബ്ലിയിൽ ഇന്നും തുടർന്നു പോകുന്നു. The election of God according to the foreknowledge must help us, to fall prostrate before Him and to worship Him. കർത്താവിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ കർത്താവിന്റെ മുന്നില് വീണ് കിടന്ന് കർത്താവിനെ ആരാധിക്കാനായിട്ട് നമസ്കരിക്കാനായിട്ട് നമുക്ക് ഇടയാകണം. Because that is the intensity of that doctrine. അത്രയ്ക്ക് ആഴമുള്ള ഒരു ഉപദേശമാണ് അത്. And that is the intensity and the wideness of the infinite foreknowledge, omniscience of God. അത് ദൈവത്തിന്റെ വളരെ അത്ഭുതകരമായ ഒരു ഉപദേശമാണ്. അവന്റെ മുന്നറിവ്, സർവജ്ഞാനം, അവന്റെ തിരഞ്ഞെടുപ്പ്, ഇങ്ങനെയുള്ളവയൊക്കെ. Now, can you believe Peter is bringing out this doctrine of election and foreknowledge and telling to the believers, come on, don't be depressed, don't get discouraged. Look at our election and our salvation. ഇതാ പത്രോസ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയം കൊണ്ടുവന്ന് അവരോട് പറയുക, അവരെ വളരെ നിരുത്സാഹപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ആകേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുക.
And the second part of verse 2, in sanctification of the Spirit. രണ്ടാമത്തെ ഭാഗത്ത് ആത്മാവിന്റെ വിശുദ്ധീകരണം എന്നുള്ള പ്രയോഗം നാം കാണുന്നുണ്ട്. Okay, now the work of the salvation is the work of the Holy Spirit. നമ്മുടെ രക്ഷയുടെ പ്രവൃത്തി വാസ്തവത്തിൽ ആത്മാവിന്റെ പ്രവൃത്തിയാണല്ലോ. And in that work, it is the Spirit that produces faith in us. നമ്മളിൽ വിശ്വാസം ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. It brings about repentance in us. അത് നമ്മളിൽ മനസ്താപം പശ്ചാത്താപം ഉണ്ടാക്കുന്നു. And it brings about the whole experience of regeneration. അത് നമ്മളിൽ പുനർജീവനത്തിന്റെ അനുഭവം ഉണ്ടാക്കുന്നു. So the election and the plan of God becomes a reality in our life through salvation. ഈ തെരഞ്ഞെടുപ്പും അതുപോലെ കർത്താവിന്റെ മുന്നറിവും ഒക്കെ ഈ രക്ഷിക്കപ്പെടുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായി തീരുന്നു. Now the word sanctification of the Spirit here refers to, ഇവിടെ ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് separation, consecration and holiness. ആത്മാവിന്റെ വേർപാട് അതുപോലെ വിശുദ്ധീകരണം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. It sets a believers apart from sin to God. വിശ്വാസിയെ മറ്റെല്ലാത്തിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നു. So that means gospel is not all about receiving forgiveness and going to heaven. രക്ഷ എന്ന് പറഞ്ഞാല് സ്വർഗത്തിലേക്ക് പോകുന്നതും അല്ലെ പാപമോചനം ലഭിക്കുന്നതും മാത്രമല്ല. And we have to understand the depth and the intensity of the gospel, wherein there is a sanctification process by which we have to go through towards that perfection. ഈ രക്ഷാ പദ്ധതിയില് ഒരു വിശുദ്ധീകരണത്തിന്റെ ഒരു പടികൾ തന്നെ കയറി പോകേണ്ടതായിട്ടുണ്ട്. അതിലൂടെ കടന്ന് നമ്മൾ പൂർണ്ണതയിൽ എത്തണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. So we are called unto separation, we are called unto consecration, we are called to live a holy life. നമ്മളെ ഒരു വേർപാടിന്റെ ജീവിതത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, വിശുദ്ധീകരണത്തിന്റെ ജീവിതത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. And the third aspect we see in that verse 2 is obedience and sprinkling of the law of blood of Jesus Christ. രണ്ടാം വാക്യത്തിൽ നമ്മൾ മൂന്നാമതായിട്ട് കാണുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. Obedience to Christ is the effect or byproduct of divine election. അവിടെ അനുസരണത്തെ കുറിച്ചും കാണുന്നുണ്ട്. ആ അനുസരണം എന്ന് പറയുന്നത് ദൈവിക തെരഞ്ഞെടുപ്പിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. Okay, now we don't obey perfectly or completely, we know that. നമ്മൾ ഒരിക്കലും സമ്പൂർണമായിട്ടും പൂർണ്ണമായിട്ടും ഒന്നും ദൈവത്തെ അനുസരിക്കുന്നില്ല, നമുക്കത് അറിയാമല്ലോ. But there should be and must be a pattern of obedience in our lives. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അനുസരണത്തിന്റെ ഒരു മാതൃക, ഒരു രീതി ഉണ്ടായിരിക്കേണ്ടതാണ്. So that means in the gospel, when we believed in the gospel, I am obligated for obedience. നമ്മൾ സുവിശേഷത്തിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അനുസരിക്കാൻ വേണ്ടി ഉത്തരവാദിത്വമുള്ളവരാണ്. That's what we read in Romans chapter 6, 17 and 18, where unto we become servants of righteousness. ഇത് തന്നെയാണ് നമ്മൾ റോമാലേഖനം 6:17-18 കാണുന്നത്. നമ്മൾ നീതിയുടെ ദാസന്മാരായി തീർന്നിരിക്കുന്നു. Now, Paul, when he read out the Thessalonian believers, 1 Thessalonians chapter 1, he says, I'm reminded of your obedience. And what is that? The work of faith, the labor of love, and patience of hope. 1 തെസ്സലോനിക്കയിലെ പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ അവരുടെ അനുസരണത്തെ കുറിച്ച് താൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ അനുസരണം എന്ന് പറയുന്നത്? അത് സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്, വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ ഒക്കെ അവസ്ഥയാണ്. You know, Paul was so glad to see the obedience in Thessalonian believers. തെസ്സലോനിക്ക വിശ്വാസികളില് അനുസരണം കാണാൻ കണ്ടതിൽ പൗലോസിന് വളരെ സന്തോഷമുണ്ടായിരുന്നു. God loves obedient children. ദൈവം അനുസരണമുള്ള കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. So gospel is not only about forgiveness. Gospel is not only about, getting a transfer from hell to heaven. രക്ഷ എന്ന് പറയുന്നത് പാപമോചനം മാത്രമല്ല, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്നത് മാത്രമല്ല. Gospel, in the gospel we see obedience. സുവിശേഷത്തിൽ തന്നെ അനുസരണം ഉൾപ്പെട്ടിരിക്കുന്നു. In the gospel there is a command for discipleship.
അതില് ശിഷ്യത്വത്തിന്റെ ഒരു കൽപ്പന അടങ്ങിയിരിക്കുന്നു. In the gospel, we have the right understanding of worship. അതുപോലെ സുവിശേഷത്തിൽ ആരാധനയെ കുറിച്ചുള്ള കൃത്യമായ ആ ഒരു ധാരണ അടങ്ങിയിരിക്കുന്നു. In the gospel, we see the importance and the necessity of church. സഭയുടെ പ്രാധാന്യവും അതിന്റെ ആവശ്യത്തെ കുറിച്ചും സുവിശേഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. In the gospel, we see the great commission, the mission that is involved to spread the gospel of the Lord Jesus Christ. അതുപോലെ കർത്താവിന്റെ സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിലുള്ള നമ്മുടെ ദൗത്യത്തെ സംബന്ധിച്ചുള്ള ആ മഹാനിയോഗവും സുവിശേഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. Have we understood gospel like this? നമ്മൾ ഈ സുവിശേഷത്തെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? I always tell the Sunday school teachers, be very careful when you share the gospel to the small children. ഞാൻ പലപ്പോഴും സൺഡേ സ്കൂൾ അധ്യാപകരോട് പറയാറുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ പറയണമെന്ന്. Never force them to take a decision to accept Christ. ഒരു തീരുമാനമെടുക്കാനായിട്ട് അവരെ ഒരിക്കലും നിർബന്ധിക്കാനായിട്ട് പാടില്ല. You know why? Because unless they understand the biblical meaning of sin, they will never feel the need of a savior. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല്, വചനാനുസരണം പാപം എന്ന് പറയുന്നതിന്റെ അർത്ഥം കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു രക്ഷകന്റെ ആവശ്യത്തെ കുറിച്ച് അവർക്ക് ബോധ്യം വരാൻ സാധ്യതയില്ല. Now, traditionally, our children can accept Christ as their savior. നമ്മുടെ തലമുറപരമായിട്ട് തന്നെ വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ കഴിഞ്ഞേക്കാം. But that is not the biblical salvation. പക്ഷെ അത് വചനാനുസരണമുള്ള രക്ഷയല്ലല്ലോ. The Bible speaks about the spiritual salvation, spiritual rebirth. വേദപുസ്തകം പറയുന്നത് ആത്മീകമായിട്ടുള്ള രക്ഷയെക്കുറിച്ചാണ്, ആത്മീകമായിട്ടുള്ള പുനർജനനത്തെ കുറിച്ചാണ്. Okay, so a child, unless a child has the minimum basic understanding of the sin, the child will never feel the need of a savior. ഒരു കുഞ്ഞ് പാപത്തെ കുറിച്ചുള്ള ബോധ്യം നന്നായിട്ട് ലഭിക്കാതെ ഒരു രക്ഷകനെ കുറിച്ചുള്ള ബോധ്യം വരാൻ സാധ്യതയില്ല. And hence the child can traditionally accept Christ, which is not correct. തലമുറപരമായിട്ടുള്ള വിശ്വാസം എന്നുള്ള നിലയ്ക്ക് ഒരാൾക്ക് വേണേ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയുമായിരിക്കും, പക്ഷെ അത് ശരിയല്ല. And that is the reason that we have not produced disciples. അതാണ് പ്രിയപ്പെട്ടവരെ, നാം ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതിന്റെ കാരണവും. And because we have not produced disciples, the effect is seen in missions. നമ്മള് അങ്ങനെ ശിഷ്യന്മാരെ ഉണ്ടാക്കാതെ ഇരുന്നത് കൊണ്ട് അതിന്റെ ഫലം പ്രവർത്തന മേഖലയിലെ മിഷനിലും പ്രതിഫലിക്കുന്നുണ്ട്. Because the Great Commission in Matthew chapter 28 was given to the disciples. കാരണം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലെ മഹാനിയോഗം ശിഷ്യന്മാർക്കാണ് നൽകിയിട്ടുള്ളത്. So if we are not producing disciples, we are failing in missions. നമ്മൾ ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മൾ ദൗത്യത്തിലും പരാജയപ്പെടുകയാണ്, സുവിശേഷീകരണത്തിലും പരാജയപ്പെടുകയാണ്. When was the last you heard a message on discipleship? നമ്മള് ശിഷ്യത്വത്തെ കുറിച്ചുള്ള ഒരു സന്ദേശം അവസാനമായി കേട്ടത് എപ്പോഴാണ്? Brethren, assembly does not believe in producing salvation babies. ബ്രദറൻ സഭാവിശ്വാസികള് രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ മാത്രം ഉണ്ടാക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല. We believe in mentoring and building and shaping disciples. നമ്മള് വിശ്വസിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ട സഹായവും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്ത് അവരെ പണിതുയർത്തി അവരെ ശിഷ്യന്മാരാക്കുന്ന കാര്യത്തിലാണ്. So that means if you don't understand gospel, that means we are not getting disciples. നമുക്ക് സുവിശേഷം എന്താണെന്ന് ശരിക്കും മനസ്സിലായില്ലെങ്കിൽ അതിലൂടെ സംഭവിക്കുന്നത് നമുക്ക് ശിഷ്യന്മാരെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. So if we are not getting disciples, that means we are failing in missions. നമുക്ക് ശിഷ്യന്മാരെ ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മള് സുവിശേഷ പ്രവർത്തന മേഖലകളിൽ പരാജയപ്പെടുന്നു എന്നാണ്. If we are not shaping disciples, that means church is going to be affected. നമ്മൾ ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ സഭ ബാധിക്കപ്പെടാൻ പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. If we are not making disciples, spiritual families are going to be affected. അതുപോലെ തന്നെ നമ്മൾ ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ആത്മീക കുടുംബങ്ങളെ അത് ബാധിക്കാനായിട്ട് പോവുകയാണ്. So where does it all start now? ഇത് എല്ലാം എവിടെയാണ് ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്? Right understanding of the gospel, it starts from there.
ശരിയായ സുവിശേഷത്തെ കുറിച്ചുള്ള ആ ബോധം അതിലാണ് എല്ലാം ആരംഭിക്കുന്നത്. Let me make a statement like this. ഞാൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തട്ടെ. Our Lord is not looking for fans today. കർത്താവ് ഫാനുകളെ അല്ലെങ്കിൽ തന്നെ കുറിച്ച് വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഫാൻ അസോസിയേഷൻ പോലുള്ളവരെ അല്ല കർത്താവ് നോക്കുന്നത്. The Lord is searching diligently for followers today. കർത്താവ് തന്നെ പിൻഗമിക്കുന്നവരെയാണ്, അനുഗാമികളെയാണ് നോക്കുന്നത്. Yes, he is searching diligently to see if there is someone who will follow him. തന്നെ അനുഗമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. Oh yes, and this morning Peter is reminding, the first point that he is reminding to the persecuted believers is about the understanding of Trinity and salvation. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പത്രോസ് അവരെ ഓർപ്പിക്കുന്നത് ത്രിയേകത്വത്തെ കുറിച്ചും രക്ഷയെ കുറിച്ചും ഉള്ളതാണ്. So God elected, കർത്താവ് തെരഞ്ഞെടുത്തു, the Spirit sanctified, പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ചു, and the Lord Jesus Christ by his precious blood he washed by the sprinkling of the blood. കർത്താവ് തന്റെ രക്തം ചൊരിഞ്ഞതിലൂടെ രക്തത്തളിപ്പിലൂടെ നമ്മളെ വീണ്ടെടുത്തു. Now all this needs to be explained from the Old Testament. Actually there is no time. ഇതെല്ലാം വാസ്തവത്തിൽ പഴയ നിയമത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിക്കേണ്ടതാണ്, നമുക്ക് സമയമില്ലല്ലോ. Let's go to the second point, that is in verse 3 and 4. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. അത് 3ഉം 4ഉം വാക്യങ്ങളിലാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. Okay, now we see the second point is the provision in the gospel. രണ്ടാമത്തേത് സുവിശേഷത്തിൽ നമുക്ക് ഒരുക്കിയിട്ടുള്ള കരുതൽ എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. Okay, now we understood what is the importance of the gospel in our salvation in verse 2. രണ്ടാം വാക്യത്തില് സുവിശേഷത്തിന്റെ നമ്മുടെ രക്ഷയിലുള്ള സുവിശേഷത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. Now in verse 3 and 4 we see what is the provision here. 3ഉം 4ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് നമുക്കുള്ള കരുതൽ അതിലുള്ളത് എന്താണ് എന്നുള്ളതാണ്. Now Peter writes here that we by his abundant mercy he has begotten us again to a living hope. നമ്മളെ ഒരു ജീവനുള്ള പ്രത്യാശയിലേക്ക് ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. The living hope is the eternal hope. ജീവനുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ നിത്യമായ പ്രത്യാശയാണ്. So hope means it has a basis in the person and the finished work of the Lord Jesus Christ. പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിലുള്ള പ്രത്യാശയാണ്, മാത്രമല്ല കർത്താവിന്റെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയെ കുറിച്ചുള്ള പ്രത്യാശയാണ്. Hope comes from God. പ്രത്യാശ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. Hope is a gift of grace. പ്രത്യാശ എന്ന് പറയുന്നത് കൃപയുടെ ഒരു ദാനമാണ്. It is secured by the resurrection of Christ. അത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഉറപ്പാക്കപ്പെട്ടിട്ടുള്ളതാണ്. Hope is confirmed in the Christian by the Holy Spirit. വിശ്വാസിയില് പരിശുദ്ധാത്മാവ് അത് ഉറപ്പിച്ച് തന്നിട്ടുള്ളതാണ്. It defends the Christian against satanic attack. സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്ന് ഒരു ക്രിസ്ത്യാനിയെ സഹായിക്കുന്നത് അതാണ്. Hope produces joy in us. മാത്രമല്ല പ്രത്യാശ നമ്മളിൽ സന്തോഷം ഉളവാക്കുന്നു. And finally hope is fulfilled in Christ's return. കർത്താവിന്റെ വരവിൽ നമ്മുടെ പ്രത്യാശ പൂർത്തീകരിക്കപ്പെടും. So here Peter says he has begotten us into that hope. ഇവിടെ പത്രോസ് പറയുന്നത് നമ്മളെ ആ പ്രത്യാശയിലേക്ക് ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ്. Okay, now that is the work of God in our salvation. അത് നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനമാണ്. Now can you see how Peter writes there, begotten us again to a living hope through the resurrection of Jesus Christ. See, there he is explaining the basis and the foundation of a Christian's hope. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ അടിസ്ഥാനവും അതിന്റെ ഫൗണ്ടേഷൻ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ ഭാഗത്ത് പറയുകയാണ്. യേശുക്രിസ്തുവിലൂടെ നമ്മളെ ജീവിപ്പിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. The unbelieving world knows only dying hopes. ഈ വിശ്വസിക്കാത്ത ലോകത്തിന് മരിച്ചു പോകുന്ന പ്രതീക്ഷയെ കുറിച്ച് പ്രത്യാശയെ കുറിച്ചേ അറിയത്തുള്ളൂ.
Okay, this world knows only about a hope that is not alive, it dies away. ഈ ലോകത്തിന് അറിയാവുന്ന പ്രത്യാശ എന്ന് പറയുന്നത് നശിച്ചു പോകുന്നതാണ്, മരിച്ചു പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചുള്ളതാണ്. But our hope is upon the resurrection, the one who defeated death and rose up on the third day. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ ഒരുവന്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യാശയാണ്. Okay, now look at verse 4. Now, why, to what this hope is attached to now? ഈ പ്രത്യാശ എന്തുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? 4-ാം വാക്യത്തിൽ നോക്കുക. To an inheritance. അത് നമുക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അവകാശവുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. Okay, so that means the believer's hope is not in a vacuum. അതിന്റെ അർത്ഥം വിശ്വാസികളുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു ശൂന്യതയിൽ ഇരിക്കുന്ന സാധനമല്ല. For us, Christ is our inheritance. കർത്താവ് തന്നെയാണ് നമ്മുടെ അവകാശം. And for Christ, the saints or the church is his inheritance. സഭ അല്ലെങ്കിൽ വിശുദ്ധന്മാരാണ് കർത്താവിന്റെ അവകാശം. So now here Peter says to an inheritance. Now he explains inheritance there in 4 words. Okay, ഈ അവകാശത്തെ കുറിച്ച് 4 വാക്കുകൾ ഉപയോഗിച്ച് പത്രോസ് വിശദീകരിക്കുന്നുണ്ട്. Now in the Old Testament we read that the people of God, the nation of Israel, received an inheritance. നമ്മള് പഴയ നിയമത്തില് ദൈവത്തിന്റെ ജനങ്ങൾക്ക് അവകാശം കിട്ടിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. An earthly inheritance, the land of Canaan. അത് വാസ്തവത്തില് ലൗകികമായിട്ടുള്ള അവകാശമായിരുന്നു, കനാനിൽ കിട്ടിയ അവകാശത്തെ കുറിച്ചാണ്. Now in the New Testament, the saints, the church, we receive a spiritual inheritance in heaven. എന്നാൽ നമുക്ക് പുതിയ നിയമവിശ്വാസികൾക്ക് ലഭിച്ചിരിക്കുന്നത് സ്വർഗത്തിലുള്ള ആ അവകാശമാണ്. Now Peter is reminding the persecuted believers they ought to praise God and patiently wait for this eternal inheritance. പത്രോസ് അപ്പോസ്തലന് പീഡിപ്പിക്കപ്പെടുന്ന ആ ജനങ്ങളെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ഒരു വലിയ അവകാശത്തിനായിട്ട് കാത്തിരിക്കണം. Oh, now that is the context of this passage. ഈ ഭാഗത്തിന്റെ പശ്ചാത്തലം അത് തന്നെയാണ്. Can you believe it is the same Peter of the Gospels? ഇത് നമ്മൾ ഗോസ്പലിൽ കാണുന്ന അതെ, സുവിശേഷങ്ങളിൽ കാണുന്ന അതേ പത്രോസ് തന്നെയാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? Oh, he's the same one. അതേ പത്രോസ് തന്നെയാണ്. He is talking so deep about Christian faith. അവന് ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് ആഴമേറിയ കാര്യങ്ങൾ പറയുകയാണ്. That is the work of God, the work of Spirit in Peter. അത് കർത്താവിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പത്രോസിലുള്ള പ്രവർത്തനമാണ്. Now here he says inheritance which is incorruptible. ഇതാ ഇവിടെ അവന് പറയുകയാണ് നശിക്കാത്തതായിട്ടുള്ള ഒരു അവകാശം. Secondly, undefiled. അത് മാലിന്യമേശാത്തതാണ്. And number 3, will not fade away. അത് വാട്ടം ബാധിക്കാത്തതാണ്. And is reserved in heaven for you. അത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതുമാണ്. This should give lot of peace and hope today on this Sunday morning. ഈ ഞായറാഴ്ച രാവിലെ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇത് വലിയ സന്തോഷം പ്രത്യാശ തരുന്ന കാര്യമാണ്. Can I ask you a question? എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ? What are the things that we hold on to very dearly? നമ്മള് വളരെ പ്രിയപ്പെട്ടതായിട്ട് പിടിച്ചുകൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? In this pandemic, the Lord has taught us lessons. ഈ പകർച്ചവ്യാധിയുടെ കാലത്ത് ദൈവം നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. Can I tell you something? You may like it or may not like it. I don't know. ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. The Lord is slowly removing all our support systems. കർത്താവ് മെല്ലെ നമ്മളെ താങ്ങി നിർത്തുന്ന കാര്യങ്ങളെയൊക്കെ മാറ്റുകയാണ്. Yeah, slowly he is removing all the support system which we hold on so dearly. നമ്മള് വളരെ പ്രിയപ്പെട്ടതായിട്ട് പിടിച്ചുകൊണ്ടിരുന്ന നമ്മളെ താങ്ങി നിർത്തുന്ന താങ്ങൽ വ്യവസ്ഥിതികളെയൊക്കെ ദൈവം ഒന്നൊന്നായിട്ട് മാറ്റുകയാണ്. And all of them belonged to the world. അവയെല്ലാം തന്നെ ലോകത്തിന്റെ ഘടകങ്ങളായിരുന്നവയുമാണ്. This pandemic is from God. ഇത് ദൈവത്തിൽ നിന്നാണ് ഈ പകർച്ചവ്യാധി. Because he is sovereign and he can only stop it now. അവന് സർവശക്തനാണ്, അവന് മാത്രമേ ഇത് നിർത്താൻ പറ്റത്തുള്ളൂ ഇപ്പോൾ. I understood 2 things.
രണ്ട് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. In the midst of this pandemic, number one, God is speaking to the world. ഈ മഹാമാരിയുടെ ഇടയ്ക്ക് ദൈവം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദൈവം ലോകത്തോട് സംസാരിക്കുന്നു. Number two, രണ്ടാമതായിട്ട് God is speaking very specially to the church. സഭയോടും ദൈവം വളരെ പ്രത്യേകമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. He is allowing us, reminding us, warning us to hold on to this inheritance, and is slowly removing all the support systems. അവൻ നമ്മളോട് പറയുകയാണ്, ഈ വലിയ അവകാശത്തെ പിടിച്ചുകൊള്ളുക, മാത്രമല്ല അവന് മെല്ലെ മെല്ലെ നമ്മുടെ താങ്ങായിട്ടുള്ള വ്യവസ്ഥകളെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. So that at the end we will have only the word and Christ and this hope. അങ്ങനെ വന്ന് അവസാനം കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് വചനവും ഈ വലിയ പ്രത്യാശയും അത് മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ എന്നുള്ള അവസ്ഥ വരുമെന്നാണ്. That is why Paul in Colossians chapter 3 verse 1 to 4 he is commanding us, seek those things which are of above. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊള്ളുവീൻ, അന്വേഷിച്ചുകൊള്ളുവീൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. What is that which we have to seek today? ഇന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് എന്താണ്? The inheritance. നമ്മുടെ സ്വർഗത്തിൽ ഉള്ള ആ അവകാശം. Incorruptible. അത് വാട്ടമില്ലാത്തതാണ്, undefiled. അത് മാലിന്യമില്ലാത്തതാണ്, is going to fade away. അത് വാടിപ്പോകാത്തതാണ്. And it is reserved in heaven for us. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. Yesterday, I don't know how many of you heard the news. ഇന്നലെ നിങ്ങൾ എത്ര പേര് ആ വാർത്ത കേട്ടു എന്ന് എനിക്ക് അറിയത്തില്ല. There was an interview of the chief of SBI Bank. SBI ബാങ്കിന്റെ ചീഫുമായിട്ടുള്ള ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. And he was giving a long interview in NDTV channel. NDTV ചാനലിൽ അദ്ദേഹം ഒരു ദീർഘമായ അഭിമുഖം തന്നെയാണ് നൽകിയത്. He made a statement like this. Pardon? He made a statement like this. അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. He said like this. Everyone thought SBI at least is safe. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും വിചാരിച്ചു SBI എങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്കിലും ഭദ്രമാണ് എന്ന്. But yesterday he said, I think now nothing is safe in this world. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഇപ്പോഴ് ഈ ലോകത്തിൽ ഒന്നും ഭദ്രമല്ല എന്നാണ്. At least he had that much understanding and the courage to say that in this world nothing is useful. ഏറ്റവും കുറഞ്ഞ അദ്ദേഹത്തിന് അത്രയെങ്കിലും വിവേകം ഉണ്ടായിരുന്നു, ഈ ലോകത്തില് ഒന്നും ഭദ്രമല്ല എന്ന് പറയത്തക്ക വിധത്തിൽ. No, that is what Peter is telling to the persecuted Christians here. അത് തന്നെയാണ് പീഡിപ്പിക്കപ്പെടുന്ന വിശ്വാസികളോട് പത്രോസും പറയുന്നത്. Oh, come on, you have an inheritance in heaven. അല്ലയോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു വലിയ നിക്ഷേപം സ്വർഗത്തിലുണ്ട്. Oh, there will not be any pandemic there. അവിടെ പ്രത്യേകിച്ച് മഹാമാരി ഒന്നും ഇല്ലല്ലോ. Oh, it is reserved in heaven and it will not fade away. അത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണല്ലോ, അത് വാടിപ്പോകാത്തതാണല്ലോ. Let me go to the third point now. ഞാൻ മൂന്നാമത്തെ പോയിന്റിലേക്ക് വരട്ടെ. Verse 5. 5-ാമത്തെ വാക്യം. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. 6-ാം വാക്യം. Who are kept by the power of God. In English it is verse 5. Okay. Maybe it is 7. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. Who are kept by the power of God through faith for salvation ready to be revealed. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക്. That is the third point, the security in the gospel. അതാണ് മൂന്നാമത്തെ പോയിന്റ്, സുവിശേഷത്തിലുള്ള ഭദ്രത. Okay, our salvation, our faith is secured. നമ്മുടെ വിശ്വാസം, രക്ഷ വളരെ ഭദ്രമാണ്. So Peter is reminding that number one, the Trinity, the work of Trinity in the gospel, verse 2. രണ്ടാം വാക്യത്തില് ത്രിയേകത്വം സുവിശേഷം ഇതിനെക്കുറിച്ച് പത്രോസ് പറയുന്നു. And number 2, we see the provision in the gospel, verse 3 and 4. 3-4 വാക്യങ്ങളില് നമുക്ക് ഉള്ള കരുതൽ, രക്ഷയിലുള്ള കരുതലിനെ കുറിച്ച് പറയുന്നു. And then he says the security in the gospel.
എന്നാൽ ഈ നമ്മളിപ്പം വായിച്ച ഭാഗത്ത് ആ സുവിശേഷത്തിൽ നമുക്ക് ലഭിക്കുന്ന ഭദ്രതയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. It is not only reserved in heaven for us, അത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, but it is kept by the power of God through faith. അത് ദൈവശക്തിയാൽ കാക്കപ്പെടുന്നതാണ് വിശ്വാസത്താൽ. Yeah, the word kept is a military term actually. ഈ സൂക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു മിലിറ്ററി പദമാണ്. It means constantly guarded by God. അത് സ്ഥിരമായി ദൈവം സൂക്ഷിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Now, can you believe the intensity and the glory of our salvation this morning? പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷയുടെ ആ മഹത്വവും അത് എത്ര അവഗാഹമായിട്ടാണ് സൂക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? To what we can compare incomparable salvation. ഈ രക്ഷയെ എന്തിനോടാണ് ഉപമിക്കാൻ കഴിയുന്നത്? ഒന്നിനോട് ഉപമിക്കപ്പെടാൻ കഴിയാത്തതാണ്. Oh yes, and that's why I say always, gospel should come every morning fresh and with so much of power in our lives. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ സാധാരണ പറയുന്നത്, സുവിശേഷം ഓരോ ദിവസവും രാവിലെ നമ്മളുടെ അടുക്കിലേക്ക് എത്തണം, പുതുമയോടുകൂടെ, പുതുക്കത്തോടുകൂടെ, ശക്തിയോടുകൂടെ എന്ന്. It is with that power of the gospel we should live every day. ആ സുവിശേഷത്തിന്റെ ശക്തിയോടെ നാം ഓരോ ദിവസവും ജീവിക്കണം. We believe in the saving power of the gospel. Praise God for that. നമ്മള് സുവിശേഷത്തിന്റെ രക്ഷണീയ വശത്തെ കുറിച്ച് പറയാറുണ്ട്. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. But do we really use the power of the gospel to live this life in this world? എന്നാൽ നമ്മൾ ഈ ലോകത്തില് ജീവിക്കാനായിട്ട് സുവിശേഷത്തിന്റെ ശക്തിയെ ഉപയോഗിക്കുന്നുണ്ടോ? The power of the gospel during times when we become hopeless. നമ്മള് പ്രതീക്ഷയില്ലാത്തവരായി തീരുമ്പോൾ സുവിശേഷത്തിന്റെ ശക്തി. The power of the gospel when we are sick. നമ്മൾ രോഗികളായി തീരുമ്പോൾ സുവിശേഷത്തിന്റെ ശക്തി. The power of the gospel when we don't have a job. നമുക്ക് ജോലി ഇല്ലാതെ ഇരിക്കുമ്പോൾ സുവിശേഷത്തിന്റെ ശക്തി. And it is that power Peter is reminding to the dispersed believers in Rome, and he says, hold on to this power which gives you victory. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചിതറപ്പെട്ട റോമിൽ മുഴുവൻ പീഡിപ്പിക്കപ്പെടുന്ന ആ വിശ്വാസികളോട് പത്രോസ് പറയുകയാണ്, ആ ശക്തിയിൽ പിടിച്ചുകൊള്ളുക. And the fourth reason why we need to gird up the loins, നമ്മുടെ മനസ്സിന്റെ അര ഉറപ്പിക്കേണ്ടതിന്റെ നാലാമത്തെ കാരണം verse 6 to 9, 6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളാണ്. life in the gospel. സുവിശേഷത്തിലുള്ള ജീവൻ. Oh, how beautifully he writes verse 6, in this you greatly rejoice. എത്ര മനോഹരമായിട്ടാണ് 6-ാം വാക്യം എഴുതിയിരിക്കുന്നത്. അതിൽ നിങ്ങൾ ഇപ്പോൾ സന്തോഷിക്കുന്നു. Okay, in what we have to rejoice? നമ്മൾ എന്തിലാണ് ആനന്ദിക്കേണ്ടത്? So much of persecution by Emperor Nero is happening and Peter is writing, you rejoice. ഒരുപാട് പീഡനം നടക്കുകയാണ്, നീറോ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പത്രോസ് എഴുതുകയാണ്, നിങ്ങൾ ആനന്ദിക്കുകയും. Peter, when he was in the jail, he was in complete peace and hope. പത്രോസ് ജയിലിലായിരുന്നപ്പോൾ വളരെ സമാധാനത്തിലും പ്രത്യാശയിലുമാണല്ലോ കഴിച്ചത്. He can write this with so much of confidence. അവന് ഇത് വളരെ ഉറപ്പോടുകൂടി എഴുതാൻ അവകാശമുണ്ട്. In this you rejoice. In what? In all those things which we saw from verse 2 to verse 5. എന്തിലാണ് വിശ്വസിച്ച് ആനന്ദിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിൽ ഊന്നിയാണ് നമ്മൾ ആനന്ദിക്കേണ്ടത്? 2 തൊട്ട് 5 വരെ 6 വരെയുള്ള വാക്യങ്ങളിൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞ കാര്യം. Just 5 more minutes. You have been grieved by various trials. നിങ്ങള് വളരെ പ്രയാസങ്ങളാൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. Your faith is genuine, verse 7. നിങ്ങളുടെ വിശ്വാസം വളരെ 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 ഉദാത്തമായ വിശ്വാസമാണ്. It is precious than gold. അത് സ്വർണത്തെക്കാളും വിലയേറിയതാണ്. Oh yes, sir. You rejoice with the joy in that salvation. ആ രക്ഷയില് നിങ്ങൾ ആനന്ദം കണ്ടെത്തുകയും. And the last point is from verse 10 to 12. അവസാനത്തെ പോയിന്റ് 10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിലാണ്. Where we see the witness of the gospel. അവിടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നു. There are 3 witnesses mentioned there. Verse 10 we see the prophets. അവിടെ 3 സാക്ഷ്യത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 10-ാം വാക്യത്തിലെ പ്രവാചകന്മാരുടെ സാക്ഷ്യം. The prophets in the Old Testament. പഴയ നിയമത്തിലുള്ള പ്രവാചകന്മാർ. And then we come to verse 12. There we see 2 more, the Holy Spirit and the angels.
12-ാം വാക്യത്തില് രണ്ട് കൂട്ടം സാക്ഷികളെ കാണുന്നുണ്ട്. ഒന്ന് പരിശുദ്ധാത്മാവും മറ്റത് ദൈവദൂതന്മാരും. Okay, now Peter, after explaining all these things in verse 13, he says, now, therefore, gird up the loins of your mind. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാണ് പത്രോസ് 13-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ചുകൊള്ളുവീൻ. Oh yeah, we have to wear a belt now and get active and not passive. നമ്മൾ മനസ്സിന്റെ അര കെട്ടി നമ്മളിപ്പോ വളരെ സജീവമായിട്ട് ഇരിക്കേണ്ടതായിട്ടുണ്ട്. Okay, first point was Trinity and the gospel. ഒന്നാമത്തേത് ത്രിയേകത്വവും സുവിശേഷം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പോയിന്റ്. And then the provision in the gospel. രണ്ടാമത്തേത് സുവിശേഷത്തിലുള്ള കരുതൽ, security in the gospel. അതുപോലെ സുവിശേഷത്തിന്റെ ഭദ്രത, life in the gospel. അതിനുശേഷം സുവിശേഷത്തിലുള്ള ജീവൻ, and the witness of the gospel. അവസാനമായിട്ട് സുവിശേഷത്തിന്റെ സാക്ഷ്യം. My dear brothers and sisters, I want to encourage you this morning. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Very, very difficult times that we are going through. നമ്മൾ വളരെ ബുദ്ധിമുട്ടേറിയ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. In this time also, we have a living, dynamic, powerful hope in the grace of the Lord Jesus Christ. ഈ കാലത്തും വളരെ ചടുലമായ ചലനാത്മകമായ ഒരു പ്രത്യാശ നമുക്കുണ്ട്. അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. And let's hold on to things which are eternal and not which are temporal. നമുക്ക് ഈ ലോകത്തിൽ മാത്രമുള്ളതിൽ പിടിച്ചുകൊള്ളാതെ നിത്യമായതിൽ പിടിക്കാം. And let's live this life by the power of the gospel of the Lord Jesus Christ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ജീവിതം യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലുള്ള ശക്തിയിൽ ആശ്രയിച്ച് കഴിച്ചുകൂട്ടാം. And let the freshness of the gospel keep you joyful. ആ സുവിശേഷത്തിന്റെ ആ പുതുമ, ആ സൗരഭം നമ്മളെ ആനന്ദമുള്ളവരാക്കി നടക്കുവാൻ സഹായിക്കട്ടെ. May God bless this word to each one of us. നമുക്ക് ഓരോരുത്തർക്കും ഈ വചനം അനുഗ്രഹമാക്കി തീർക്കട്ടെ. Thank you, brother, for that wonderful message. God bless you. Thank you. Yes, brother. Am I audible? Yes, brother. Before I close in prayer, I would just love to share some Samuel B. Thomas is one of a dear brother. We fondly call him Moni. He had been our source behind our Christian growth into some extent when we were in Dehradun. In ഞങ്ങളുടെ കൂട്ടുള്ള ചില ഓൾപ്പന്മാർക്ക് he always used to push us through. Being in North India, it was such a blessing to know Moni Bhaiya and be a part in a small extent in the ministry. So Moni Bhaiya, we really thank you for joining from Mathura. You have been in our prayers in the past. We have been praying for you, especially for Minia Mama. We are so grateful unto our God who has answered our prayer in the past so far. Thank you so much. Yeah, let us just bow our heads and close this meeting with prayers. Abba Father, we thank you so much for your amazing word. Abba Father, we are so glad that you are our God and you are our Redeemer. Abba Father, we are so thankful for giving us
the glorious gospel in Christ Jesus. We are thankful, O God, for giving us this wonderful opportunity to understand the importance of that glorious gospel. Abba Father, we are so thankful for that cross which has always given us a position in you, a provision in you, the security in you, the life in you, and also the passion to witness for you. Abba Father, we are glad for your plans through Christ Jesus. We thank you, Lord. We thank you so much again for this amazing reminder from the epistle of Peter. Yes, Lord, we accept that we have been failing in the past. We have not been able to understand your values, particularly in terms of that great gospel. And once again, you have reminded us through thy servant that it is indeed a time to again embrace your glorious gospel, and Lord, pass through this perilous moment with your grace. Thank you, Lord. Thank you for giving us again the reminder to live on this earth. Thank you for thy servant. Thank you for the ministry. Thank you for the way he has been a blessing in those areas. And we pray, Lord, that you may use thy servant more to build your church in the days to come. Abba Father, we pray for his health as we understand both of them as a husband and wife are not very well with their health. But we know, Lord, you have been upholding them so far, using them mightily in various ways. And we pray that you may use them more for the growth of the kingdom, for the expansion of the kingdom in your own way. Abba Father, we pray, grant them all thy grace, especially, Lord, if they are venturing in the areas which is absolutely tough. We firmly believe your grace is something which is profoundly needed, and you have been blessing them in the past, and we firmly believe you will do the same in the future. Bless them, Abba Father. We pray for the discipleship training programs which have been going on in the timely intervals. We pray that may also become a blessing, and they may raise a few believers for your sake, for serving you in different ways. Help them, Abba Father. These are our prayer. Once again, Lord, thank you for the challenging word through thy servant. As we meditate upon these words, help all of us to consider it and to be a witness for you in many ways. Thank you for everything. As we pray for our meetings also, which have been scheduled in the coming days, we pray that may again be a blessing in every way. Thank you so much for everything. As we depart, be with us as we are placed in different places. We pray that we may be used mightily for you and be safe in you, Lord. These are our prayer. Help all of us to be a testimony, to be a witness, and to be a faithful servant for you. Help all of us. Thank you for this lovely time together in worshiping thee, learning from thee, and pray that we may be used for thee. Thank you so much. We ask all these in the most precious and sweet name of our Lord and our Savior, Jesus Christ. Amen.